വന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാം വിശദമായിട്ട് പറഞ്ഞിരുന്ന നീതു മാം ആണ്. നീതു മാം പാലക്കാടാണ്. പ്ലീസ് വെൽക്കം നീതു മാം. താങ്ക് യു സോ മച്ച് മിനി മാഡം. വളരെ നല്ല രീതിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് നീതു. ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് പ്ലാൻ ആയിട്ട് തന്നെ സ്ലൈഡ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ പോവല്ലേ? അതെ 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 അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മൾക്കറിയാം, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തില് ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലെ? ഏതൊരു മനുഷ്യനും കാശ് കൊടുക്കാതെ, കയ്യിൽ നിന്നും പൈസ പോവാതെ കാണുന്ന നേടിയെടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ സ്വപ്നങ്ങൾ. അപ്പോ ആ സ്വപ്നങ്ങൾ കാണുന്നതിന് നമുക്ക് പൈസ കൊടുക്കണ്ട. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു രൂപയുടെ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മളുടെ ചിലവുകളെ വരുമാനമാക്കി മാറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അറിയാനാണ് നമ്മളിന്ന് കൂടിയിരിക്കുന്നത്. ഞാൻ സ്ലൈഡിന്റെ സഹായത്തോടു കൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സിഇഒ, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു സാധാരണ കൺസ്യൂമർ ആയിരിക്കുന്ന നമ്മളെ ഒരു സ്മാർട്ട് കൺസ്യൂമർ ആക്കി മാറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഒരുപാട് ജനിച്ച നാൾ മുതൽ, അതായത് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കൺസ്യൂമർ ആയിട്ടാണ് ജീവിക്കുന്നത്. ഒരുപാട് കമ്പനികളുടെ പല കമ്പനികളുടെ പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുണ്ട് അല്ലെ? അപ്പോ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സാധാരണ വെറും കസ്റ്റമർ ആണ് നമ്മൾ എല്ലാവരും. ഇങ്ങനെയുള്ള നമ്മളെ ഒരു സ്മാർട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വിന്നിംഗ് ടീം എന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണോ അത് മനസ്സിലാക്കി ഇതിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച, വിജയം കൈവരിച്ച ഒരു കൂട്ടം ജേതാക്കൾ, അവരുടെ ഒരു കൂട്ടായ്മയാണ് വിന്നിംഗ് ടീം എന്നത്. അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ് സിഇഒ. അപ്പൊ അവര് വിജയിക്കുക മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസിലേക്ക് അവരാഗ്രഹിക്കുന്ന വരുമാനം എത്തിച്ചു കൊടുത്തുകൊണ്ട്, അതായത് ലക്ഷക്കണക്കിന് ഫാമിലിയിലേക്ക് ലക്ഷക്കണക്കിന് വരുമാനം എത്തിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്ന ഒരു ടീം ആണ് വിന്നിംഗ് ടീം. അപ്പൊ അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ് സിഇഒ എന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലെ? നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് നമ്മൾ നല്ല നല്ല സ്വപ്നങ്ങൾ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമ്മളുണ്ട്. എല്ലാ മനുഷ്യന്മാരും സ്വപ്നങ്ങൾ കാണുന്നവരാണ്. അത് പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ അങ്ങനെ ഒരു വകഭേദമില്ലാതെ, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ലാതെ തന്നെ എല്ലാവരും കാണുന്ന ഒന്നാണ് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ. അതിൽ ഏറ്റവും എല്ലാവരും മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ്. നമുക്കറിയാം, പൈസ അല്ലെ, പണം സമ്പാദിക്കുക എന്നതാണ് ഇന്നത്തെ എക്കാലത്തെയും ഏതൊക്കെ കാലഘട്ടങ്ങൾ മാറി വന്നാലും അവിടെയൊക്കെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പണമാണ്. പണമില്ലാതെ നമുക്ക് ഒന്നും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് നല്ലൊരു നല്ലൊരു സമ്പാദ്യം ഉണ്ടാവുക, അത് ഫിനാൻഷ്യലി നല്ല സെക്യൂർ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പം ചിലപ്പോ നമുക്ക് 2 വീലറോ 4 വീലറോ ഒക്കെ ഉണ്ടായിരിക്കാം നമ്മളുടെ വീടുകളിൽ. പക്ഷെ അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനമായിരിക്കില്ല. നമ്മൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ഒതുങ്ങുന്ന ഒരു വാഹനമായിരിക്കും നമ്മൾ സ്വന്തമായിട്ടുണ്ടാവുക. പക്ഷെ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഒരു ഒക്കേഷനൊക്കെ വരുന്ന സമയത്ത്, ഇപ്പൊ ഓണം ആയിക്കോട്ടെ, വിഷു, ഈസ്റ്റർ, അതുപോലെ നമ്മൾ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ വലിയ കാറുകളുടെ ചിത്രങ്ങള്,
നല്ല എന്താ പറയാ ഇപ്പൊ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ തന്നെ TV ന്യൂസ് ചാനലിലും അല്ലാതെ മറ്റ് ഇതിലൊക്കെ നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ വരുന്നത് ആഡംബര വാഹനങ്ങളിലായിരിക്കും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ വെറുതെ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഒരു വാഹനം നമുക്ക് എന്നെങ്കിലും സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നൊക്കെ. അപ്പൊ അത് ചിലപ്പോ നമ്മൾ ഡ്രീമിൽ അത് ഓടിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ് അങ്ങനെയൊക്കെ ഒന്ന് സ്വന്തമാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അതും വിദേശ രാജ്യങ്ങളടക്കം ടൂർ പോവുക എന്നൊക്കെ ഉള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പൊ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു സാധ്യത എന്റെ മനസ്സിൽ പോലും ഇല്ല. കാരണം ചിന്തിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ കാര്യമില്ല. പക്ഷെ എന്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് പോവുക, അതുപോലെ തന്നെ സ്വപ്ന തുല്യമായ ഒരു ഭവനം, ഒരു എന്താ പറയാ നമുക്ക് സ്വന്തമായിട്ട് വീടുകളൊക്കെ ഉള്ളവരാണ് പലരും വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ടാവും, സ്വന്തമായിട്ട് വീടുള്ളവരുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ എപ്പോഴും ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിരിക്കും അല്ലെ. എപ്പോഴെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്നവർ മരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു എന്താ പറയാ സ്വന്തമായിട്ടൊരു കൊട്ടാരം വേണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ സ്വപ്നങ്ങളാണ് നല്ല നല്ല സ്വപ്ന തുല്യമായിട്ടൊരു വീട് വയ്ക്കുക, യാത്രകൾ പോവുക, നല്ല വാഹനം സ്വന്തമാക്കുക, പൈസ സമ്പാദിക്കുക. ഇതിലെല്ലാത്തിലും ഉപരി ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മളുടെ ഫാമിലിയോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി അവിടെ നമ്മൾ ഫിനാൻഷ്യലി പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളുടെ ഫാമിലിയുടെ കൂടെ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുക, ഒരുപാട് കാലം ജീവിക്കുക. ഇതൊക്കെ നമ്മളുടെ സ്വപ്നങ്ങളാണ്. അപ്പൊ ഈ സ്വപ്നങ്ങളൊക്കെ നമ്മൾക്ക് യാഥാർത്ഥ്യമാക്കി തരുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്ട്രാ വരുമാനം നമുക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. അതായത് നമുക്കറിയാം നമ്മളിപ്പോ ഒരു ജോലിയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും നമുക്ക് ഒരു പച്ചക്കറിക്കടയിൽ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഒരു പച്ചക്കറി കടയിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു, പലചരക്കടയിൽ നിന്ന് വാങ്ങിയാൽ പോലും ബില്ല് ഉൽപ്പന്നം കുറവാണ്, ബില്ല് വലുതാണ് അല്ലെ. അപ്പൊ നമ്മളുടെ എന്താണ് ചെലവുകൾക്ക് അനുസരിച്ച് നമ്മൾ നമ്മളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചുരുക്കും. വരുമാനത്തിനനുസരിച്ച് ചെലവ് നമ്മൾ ചുരുക്കി കൊണ്ടുവരും. അപ്പോ എന്താണ് ഇപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മൾക്ക് എന്താണ് ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതായത് ഏതൊരു വ്യക്തിക്കും ഇപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വരുന്നതിലൂടെ നല്ലൊരു എക്സ്ട്രാ വരുമാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ വരുമാനം നമ്മൾ നേടിയെടുക്കുന്നതിലൂടെ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ആ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് അതിപ്പം ഡ്രസ്സ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അങ്ങനെ എന്ത് നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ആ ഒരു സംഭവം ആ ഒരു ഉൽപ്പന്നം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അതിന്റെ വില നോക്കാതെ നമുക്കത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾക്കത് സ്വന്തമാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ അവിടെയാണ് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെന്ന് പറയാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഇതും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം എന്താണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു വീട്ടമ്മയാണ്. അപ്പം എനിക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാനൊരു സാഹചര്യമില്ല. കാരണം എനിക്കിവിടെ പ്രായമായ അമ്മയുണ്ട്, മക്കളുണ്ട്, മക്കളെയൊക്കെ നോക്കി അമ്മയെ നോക്കി ഇരിക്കുന്നത് കൊണ്ട് എന്താണ് എനിക്ക് പുറത്തിറങ്ങി പോയി ഒരു ജോലിക്ക് പോകാനൊന്നും എനിക്ക് സാധ്യമല്ല. പക്ഷെ എന്റെ ഹസ്ബൻഡിന് എനിക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനം അല്ലെങ്കിൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ എക്സ്ട്രാ ടൈം ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ഒരു നമുക്കിപ്പോ ചില എല്ലാം പഞ്ചിങ് നേരത്തെ സൈൻ ചെയ്യണമായിരുന്നു, ഇപ്പൊ എന്താണ് പഞ്ചിങ് മെഷീനാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് പഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആബ്സെന്റ് ആവുന്നുണ്ടാവും. അപ്പോ ആ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ അവിടെ ജോലിക്ക് പോകണം. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ രാവിലെ 9 മണിക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം തീർത്ത് റെഡിയായി നമ്മൾ സ്വന്തം വണ്ടിയാണെങ്കിൽ സ്വന്തം വണ്ടി അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ അവിടെ എത്തുന്നത് അവിടെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തണം.
ആ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ടൈം നമ്മൾ ആ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കോ വേണ്ടി, കൂലിപ്പണിക്കാരാണെങ്കിലും നമുക്കറിയാം അല്ലെ, കറക്റ്റ് സമയത്ത് അവിടെ പണിക്ക് ചെല്ലണം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി പണിക്കുന്ന പോകാൻ പറ്റില്ല. അപ്പൊ ഒരു സ്ഥാപനത്തിലോ വ്യക്തിക്കോ വേണ്ടി നമ്മൾ അവിടെ ആ ഒരു ഡേ മൊത്തം അവിടെ ചെലവഴിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ മാസത്തിൽ എന്താണ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് സാലറി നമുക്ക് ഉണ്ടാവും. അതാണ് നമ്മളുടെ വരുമാനം. പക്ഷെ ഇവിടെ നമുക്കൊരു ടൈം ഫ്രീഡം ആണ് ലഭിക്കുന്നത്. അതായത് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന സമയം, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ഷെയർ ചാറ്റും യൂട്യൂബും ഒക്കെ കണ്ടിരിക്കുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് തിരക്കിരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഗെയിം കളിക്കുക, ഫോണിൽ ഗെയിം കളിക്കുക ഒക്കെ ചെയ്യുന്നത്. ആ സമയം നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് നമുക്കൊരു ടൈം ഫ്രീഡം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ കണക്ട് ആവുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഒരു എന്താണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയാണ് നമ്മൾ വരുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ സെക്യൂർ ആക്കി അവർക്ക് ഭാവിയിലേക്ക് അവരെ സെറ്റിൽ ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ആ ഒരു സാമ്പത്തിക ഭദ്രത മാത്രമല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ലൊരു ആരോഗ്യം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വരും മീറ്റിങ്ങുകളോടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പൊ നല്ലൊരു ആരോഗ്യം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നതും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നതും ഒക്കെ എന്താണ്, എനിക്ക് ഇവിടുന്ന് കിട്ടിയ നല്ലൊരു ആരോഗ്യം. കാരണം ഞാൻ അത്രയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്ന സമയത്ത് ഹസ്ബൻഡ് ആദ്യം ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എന്താണ്, ഞാനും മക്കളും ഹോസ്പിറ്റലിൽ കയറുന്നത് കുറഞ്ഞു. അതായത് അദ്ദേഹം ഒരു എന്താണ് കൂലിപ്പണിക്കാരനാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. അതിൽ 3 മക്കളും ഹോസ്പിറ്റലിൽ ഓരോ ആളോ ഓരോ ആളായിട്ട് അഡ്മിറ്റ് ആവും. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അടുത്ത ആളാവും. പിന്നെ മക്കളുടെ 3 പേരുടെ കഴിയുമ്പോൾ ഞാനായിരിക്കും. അപ്പൊ എന്താണ്, ഇദ്ദേഹത്തിന് കറക്റ്റ് ടൈമിൽ പണിക്ക് പോകാനും സാധിക്കില്ല. പിന്നെ കിട്ടുന്ന വരുമാനമൊക്കെ ഹോസ്പിറ്റലിലുമായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വന്നതോടുകൂടി മക്കളുടെ കാര്യത്തിൽ ഞാനും ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള മാറ്റം വന്നതോടുകൂടി അദ്ദേഹം എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിന്യൂ ചെയ്യാൻ, ഇപ്പൊ എന്നെക്കാളും കൂടുതൽ ഞാൻ ചെയ്യുന്നെങ്കിലും എത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ പിടിച്ചു നിർത്തുന്ന അദ്ദേഹമാണ്. അപ്പൊ അതുപോലെ നല്ലൊരു ഗുഡ് ഹെൽത്ത് നമുക്ക് ഇവിടുന്ന് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു ലെജൻഡ് ആയിട്ട് മാറാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ വരും തലമുറകൾ പോലും നമ്മളെ ഓർത്തിരിക്കുന്ന രീതിയിൽ, നമ്മളെ മറക്കാതെ അവർ നമ്മളെ എപ്പോഴും സ്മരിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും വരും തലമുറകളിലേക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പകർന്നു കൊടുക്കാനും അവരെ നമുക്ക് ഫിനാൻഷ്യലിയും പിന്നെ ആരോഗ്യപരമായിട്ടും ഒക്കെ അവരെ നമുക്ക് സെക്യൂർ ആക്കി വെക്കാൻ സാധിക്കും. അപ്പൊ ആ കാലഘട്ടത്തിലും അവർ ഓർക്കുന്നുണ്ടാവും നമ്മളെ. കാരണം നമ്മളാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൈമാറി കൊടുത്തത് അല്ലെ. ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് കാണാറുണ്ട്, പല സ്ഥാപനങ്ങളിലും കാണാറുണ്ട്, അത് ആ ഒരു സ്ഥാപനം തുടങ്ങിയ ആളുടെ വ്യക്തിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിൽ തിരിയൊക്കെ കത്തിച്ചിട്ട് പ്രാർത്ഥിച്ച് അന്നേ ദിവസം ആ ഒരു സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ അവര് ചെയ്തു വെച്ച സുഹൃതങ്ങളാണ് ഇന്നത്തെ ആ തലമുറ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ആ പഴയ തലമുറയെ ഓർക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലെജൻഡായിട്ട് മാറാൻ ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഏർലി റിട്ടയർമെന്റ് ഇവിടെ പോസിബിൾ ആണ്. കാരണം നമുക്കറിയാം ഒരു 55+ അത്ര ഏജ് നമുക്ക് റിട്ടയർമെന്റ് പീരീഡ് ആണ്. അതായത് റിട്ടയർമെന്റ് എന്ന് പറയുമ്പം പക്ഷെ അത്രയും വർഷം നമ്മൾ ജോലി ചെയ്തു, കഠിനാധ്വാനം ചെയ്തു, ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നമ്മളുടെ ശരീരം നമ്മൾക്ക് പറ്റുന്നില്ല, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു ഏജ് എന്ന് പറയുന്നത് പിന്നീട് രോഗാവസ്ഥയിലേക്ക് പോകുന്ന ഒരു പ്രായമായതുകൊണ്ടാണ് അവിടെ എന്താണ് ഒരു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു വരുന്നത്. ആ റിട്ടയർമെന്റ് കാലയളവിൽ നമുക്ക് ശമ്പളമില്ല, ഒരു ഫിക്സഡ് സാലറി ഇല്ല. പിന്നെ എന്താണ് പറയുന്നത്, ഒരുപാട് ആൾക്കാര് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ തുക എന്ന് പറയുന്നത് എന്താണ്, അവരുടെ മരുന്ന് വാങ്ങാനും ഈ റിട്ടയർമെന്റ് കാലയളവില് അവര് എന്താണ്, എനിക്ക് ആരെയും പലരും പറഞ്ഞു കേട്ട ഡയലോഗാണ്, എനിക്ക് ആ മക്കളെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എനിക്ക് പെൻഷൻ തുക കിട്ടുന്നുണ്ട് എന്ന്. അപ്പൊ ആ മരുന്ന് വാങ്ങാനും ഒക്കെ ഇതിൽ നിന്നാണ് അവർ എടുക്കുന്നത്. അപ്പോഴും അവിടെ ഒരു എന്താണ്, ആ പൈസ പോകുന്നത് തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകളിലേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ സ്ഥിര വരുമാനം കൂടി ഇല്ലാണ്ടാവുകയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെറും 3 വർഷം കൊണ്ട് നമുക്ക് നല്ല റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ സാധിക്കും.
അതായത് 18 വയസ്സായ ഒരു വ്യക്തിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആവുന്നതെങ്കിൽ 18, 19, 20, 21, 21ാമത്തെ വയസ്സിൽ ആ വ്യക്തിക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ സാധിക്കും. ആ സമയത്തും അവരുടെ ലൈഫ് ലോങ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുമാനം വരുന്നുണ്ടാകും. അത്രയും പോസിബിൾ ആയിട്ടുള്ള, അത്രയും നമ്മളുടെ എന്താണ് നമ്മുടെ ഫാമിലിയെ സെക്യൂർ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതായത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രയും കോൺഫിഡന്റോട് കൂടി നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു മാറ്റമാണ്. ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ നിന്നും ഒരു ബിസിനസ് ഓൺട്രപ്രണർ എന്ന നിലയിലേക്ക് ഞാൻ മാറി. അതോടൊപ്പം നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതായത് ഇങ്ങനെ സംസാരിക്കാൻ മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഈ ഒരു നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ മാത്രമല്ല, നമ്മളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും എന്താണ് ഒരു നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് എന്ത് സംഭവിച്ചാലും അതിനെ പോസിറ്റീവാക്കി മാറ്റി എടുക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന എല്ലാത്തിലും നമുക്ക് ചേഞ്ച് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ എന്താണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ സാധ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് വിദേശ രാജ്യങ്ങളിലടക്കം ടൂർ പോവാനും അവിടെയൊക്കെ കാണാനുള്ള ഒരു അവസരം, ട്രാവൽ അറൌണ്ട് ദ വേൾഡ് നമുക്ക് ഇവിടുന്ന് പോസിബിൾ ആണ്. ഇത് എല്ലാത്തിലും ഉപരി ഞാൻ പറയുന്നു, ഇത് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ദൈവികമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു വ്യക്തിയെ പൈസ കൊടുത്തിട്ടാണെങ്കിൽ എന്തിന്റെ പേരിലാണെങ്കിലും സഹായിക്കുന്നതിന് പരിമിതികളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്, എന്താണ് കുഞ്ഞുങ്ങളുടെ അടക്കം വീഡിയോ വെച്ചിട്ട് എന്താണ് അവരുടെ അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുത്തിട്ട് സഹായിക്കാനൊക്കെ. പക്ഷെ നമുക്ക് എത്ര പ്രാവശ്യം അവരെ സഹായിക്കാൻ സാധിക്കും? പൈസ കൊടുത്തിട്ട് നമുക്ക് സഹായിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാൽ പോലും നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലെ. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ആവശ്യമുള്ള ഒരാൾക്ക് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ അവര് ഫിനാൻഷ്യലി അവര് സെറ്റിൽ ആയിരിക്കും, അവർ ആരോഗ്യപരമായിട്ടും അവരവിടെ സെറ്റിൽ ആവുന്നുണ്ടായിരിക്കും. അങ്ങനെ അവരുടെ പ്രാർത്ഥനയിൽ നമ്മളും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഇത് ദൈവികമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് കമ്പനി ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കമ്പനിയുടെ പേര് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറും 10 പ്രൊഡക്റ്റ്, 2 ഓഫീസ്, 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇത് പ്രൊഡക്റ്റ് വിൽപ്പനയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് കമ്പനിയുടെ പ്രൊഫൈലിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഴ്സ് ആയിട്ട് മിസ്റ്റർ ഗൗതം ബാലി സാർ, മിസ്റ്റർ കൻവർ സിംഗ് സാർ ആൻഡ് ദീപക് സോ സാർ, ഈ 3 പേരുടെയും വിഷനും മിഷനുമായിട്ട് ഇന്ന് നമ്മുടെ കമ്പനി 21 വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അത് ആ സമയത്ത് 10 പ്രോഡക്റ്റിന് പകരം 400-ൽ കൂടുതൽ സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റുകളും 5000-ൽ കൂടുതൽ ഓഫീസും അതുപോലെ തന്നെ 5 കോടിയിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ട് നമ്മളുടെ വെസ്റ്റേജ് കമ്പനി ഇന്ന് മാറിയിട്ടുണ്ട്. ഈ ഇന്ത്യ കൂടാതെ UAE, സൗദി, ഐവറി കോസ്റ്റ്, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ പ്രസന്റ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് കമ്പനി മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്കിവിടെ സ്ക്രീനിൽ കാണുന്ന ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒരു ചാർട്ടാണ് അല്ലെ. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? നമ്മളെല്ലാവരും എങ്ങനെയാണോ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ പോയിട്ട് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിനായിരിക്കില്ലേ, അതിനെയാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം, ആ ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം പരസ്യക്കാരിലൂടെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, കുളിക്കുന്ന സോപ്പ്, അത് ഏത് കമ്പനിയുടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇന്ന കമ്പനി ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ആ കമ്പനി, അവരുടെ ആ ഉൽപ്പന്നം വിറ്റ് പോകാൻ വേണ്ടി കസ്റ്റമറിലേക്ക് എത്താൻ വേണ്ടി അവരുപയോഗിക്കുന്ന മെത്തേഡാണ് പരസ്യം അല്ലെ. പരസ്യം കൊടുക്കുക, അതും സെലിബ്രിറ്റീസിനെ വെച്ചിട്ടാണ് അവർ പരസ്യം കൊടുക്കുന്നത്, എങ്കിലാണ് കസ്റ്റമറെ നമ്മളിലേക്ക് അത് ആകർഷിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അത്രയും മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്തവർ ആ പരസ്യം പറയുന്നു. അതോടൊപ്പം തന്നെ എന്താണ് പല ഇടനിലക്കാർ വഴി നമ്മുടെ കടയിലേക്ക് എത്തുകയാണ്, നമ്മുടെ അടുത്തുള്ള കടയിലേക്ക് എത്തുകയാണ്. C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, അങ്ങനെ. അപ്പൊ അവിടുന്ന് നമ്മൾ എന്താണ്, നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടു, നമ്മൾ അതിൽ ആകർഷകമായിട്ട് ആ ഉൽപ്പന്നം പോയി വാങ്ങുന്നു, ഉപയോഗിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഉൽപ്പന്നം
ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സോപ്പ് എന്താണ് ചന്ദ്രിക സോപ്പ് ഇപ്പം അമലാപ്പോൾ അതിന്റെ ഇത് പറയുന്നുണ്ട്, പരസ്യം പറയുന്നുണ്ട്. പക്ഷെ ആ സോപ്പ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കില്ല അവരുടെ സ്കിൻ അത്ര ഗ്ലോ ആയത്. അപ്പൊ അവര് വേറെ പല കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവര് സെലിബ്രിറ്റീസ് ആണ്, ഒരുപാട് അവരുടെ സ്കിന്നിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കെമിക്കലുകൾ ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ചിലപ്പോ അവര് ബൈ ബർത്ത് ആയിട്ട് ഐശ്വര്യ ഒക്കെ എന്താണ് ബൈ ബർത്ത് അവര് സുന്ദരിയാണ്, ലെക്സ് സോപ്പ് ഉപയോഗിച്ചുകൊണ്ടും അല്ല അവരൊരിക്കലും അവർക്ക് ആ സൗന്ദര്യം കിട്ടിയത്. പക്ഷെ നമ്മൾ അതിൽ വാങ്ങി ഉപയോഗിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം നമ്മളത് കമ്പനി അത് ഉൽപ്പാദിപ്പിച്ച കമ്പനി ശരിക്കും അത് എടുക്കുന്നത് 40 രൂപ മാത്രമായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ 40%. അപ്പൊ നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന എത്രയാണ്? എക്സ്ട്രാ 60% തുക അവർ എക്സ്ട്രാ ഈടാക്കുകയാണ്. ആ തുകയാണ് ഈ സെലിബ്രിറ്റീസിനും ഇടനിലക്കാർക്കും ഒക്കെ വിധിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വാങ്ങി ഉപയോഗിക്കുന്ന നമ്മൾക്ക് യാതൊരു ഗുണവും അവിടെ ലഭിക്കുന്നില്ല എന്നതാണ്. പക്ഷെ നമ്മളുടെ കമ്പനിയോട് എന്താണ് ചെയ്യുന്നത്? കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം, അതും 1ഉം 2ഉം ഉൽപ്പന്നങ്ങളല്ല, 450ഓളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു കമ്പനിയാണ് വെസ്റ്റീജ്. അപ്പോ ആ ഉൽപ്പന്നം ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ ഡയറക്റ്റ് ഈ കസ്റ്റമറിലേക്ക്, കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്നതും ഈ ഡയറക്ട് സെല്ലിംഗ് മെത്തേഡാണ്. പെട്ടെന്ന് ഈ പുതിയ ആളുകളൊക്കെ ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കുന്ന ഒരു മേഖലയാണ് അല്ലെ. കുറെ ആളുകളുടെ പണം പോയതൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് പല കമ്പനികളും. അപ്പോ എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ശരിക്കും നമ്മൾ ഡയറക്ട് സെല്ല് ചെയ്യുന്നത് കമ്പനിയാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. അല്ലാതെ നമ്മളല്ല ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ബാഗിൽ കുറെ ഉൽപ്പന്നം, കുറെ ബൾക്കായിട്ട് കുറെ പ്രൊഡക്റ്റ് വാങ്ങി കൂട്ടുന്നു, എന്നിട്ട് ബാഗിലാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു, നാട് മൊത്തം കൊണ്ട് നടന്ന് നമ്മളുടെ അറിയുന്ന വീടുകളിലൊക്കെ കയറി കൊടുക്കുന്നു. ഇതല്ല ഡയറക്റ്റ് സെല്ലിംഗ്. കമ്പനിയാണ് അവിടെ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നത്. അപ്പോ ഈ ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന എല്ലാ സ്വപ്നങ്ങളും നമ്മൾ നേടിയെടുക്കാൻ പോകുന്നതും നല്ലൊരു വരുമാനം നേടുന്നതും നമ്മളുടെ ഫിനാൻഷ്യലി എല്ലാം നമ്മളിവിടെ സെറ്റിൽ ആവുന്നതും ഈ ഒരു മെത്തേഡിലൂടെയാണ്. അപ്പൊ നമ്മളോട് എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏത് ഷോപ്പിൽ നിന്നാണോ വാങ്ങിക്കൊണ്ടിരുന്നത് ആ ഷോപ്പ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യുക, വെസ്റ്റീജിലേക്ക് ചേഞ്ച് ചെയ്യുക. ആ ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നേടുന്നത്, ഈ വരുമാനം കിട്ടുന്നതും എല്ലാം നമുക്ക് ഈ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ വീടിന്റെ അടുത്തൊരു ഷോപ്പ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ പറയാണ് നീ ഇന്ന് മുതൽ ഈ ഷോപ്പിൽ നിന്നും വാങ്ങണ്ട, അവിടെ വേറെ ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ സാധനം വാങ്ങാൻ പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങില്ല, ആരും വാങ്ങില്ല അല്ലെ. ഇപ്പൊ നമ്മളോട് ആരും പറഞ്ഞാലും നമ്മൾ പോയി വാങ്ങില്ല. പക്ഷെ അവിടെ എന്തൊക്കെ ഗുണങ്ങളാണ്, അവിടെ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് അവിടുന്ന് ലഭിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവിടുന്ന് വാങ്ങുന്നുണ്ടാവും. അപ്പോ ഈ വെസ്റ്റീജിലേക്ക് നിങ്ങൾ ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുക എന്ന് നോക്കാം. നമുക്ക് MRP റേറ്റിൽ നിന്നും 10 മുതൽ 30% ഓഫ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീപർച്ചേസിംഗ് ഓഫർ ആയിട്ട് 10% ലഭിക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് 5 മുതൽ 16% ലഭിക്കുന്നുണ്ട്. അതാണ് 9 ടൈപ്പ് വരുമാനമായിട്ടാണ് ഈ ഒരു കമ്പനി നമ്മളുടെ ഇൻകം കിട്ടുക. ആ 9 ടൈപ്പ് വരുമാനമൊക്കെ പിന്നീടുള്ള മീറ്റിങ്ങുകളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഓക്കെ, അപ്പൊ 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. മണി ബാക്ക് ഗ്യാരണ്ടി 100%. അതായത് ഇപ്പൊ ഞാൻ ഇത്രയും കോൺഫിഡന്റോട് കൂടി നിങ്ങളോട് പറയുകയാണ്, ഈ കമ്പനിയുടെ ഉൽപ്പന്നം അത് ഏത് ഉൽപ്പന്നമായിക്കോട്ടെ അത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് 100% നാച്ചുറൽ ആയിട്ട് മണ്ണിനോ മനുഷ്യനോ അപകടകരമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ കമ്പനി പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്വാളിറ്റി ഇല്ല എന്ന് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം ഏകദേശം 30% നമ്മൾ ആ ഉൽപ്പന്നം ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ക്വാളിറ്റി ഇല്ല എന്ന് സത്യസന്ധമായിട്ട് നമുക്ക് അത് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനി അതിന്റെ ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു നൽകുന്നുണ്ടാവും. അത്രയും മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫർ, അതായത് നമ്മളൊക്കെ സ്ഥിരം കസ്റ്റമർ ആണ്. പല കമ്പനികളുടെ പല ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന സ്ഥിരം കസ്റ്റമർ ആണ് നമ്മൾ. ആരെങ്കിലും നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നുണ്ടോ? ഒരു മിഠായി പോലും ആരും ഫ്രീ തരാറില്ല അല്ലെ.
മിഠായി 1 രൂപ 5 രൂപ അല്ലെങ്കിൽ ചില്ലറ ഇല്ലെങ്കിൽ അതിന് പകരം മിഠായി കിട്ടാറുണ്ട്. പക്ഷെ ഫ്രീ ആയിട്ട് ആരും ഒന്നും തരാറില്ല. ഇവിടെ നമ്മൾ ഒരു സ്ഥിരം കസ്റ്റമറായി മാറുന്ന സമയത്ത് 4 മാസം തുടർച്ചയായി ഏകദേശം ഒരു 3500 രൂപയുടെ ഉള്ളിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ഥിരം കസ്റ്റമർ ആണ് എങ്കിൽ 4 മാസം തുടർച്ചയായി വാങ്ങിക്കഴിഞ്ഞാൽ 5-ാമത്തെ മാസം 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ്, അതായത് പൈസ കൊടുക്കാതെ നമുക്ക് ഇത്രയും രൂപയുടെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. അത് നമുക്ക് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത്. ഏതൊരു കസ്റ്റമറിനും നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് കിട്ടി നമുക്ക് സന്തോഷമല്ലേ. അപ്പൊ ഇത്രയും രൂപയുടെ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് തരുമ്പോൾ നമുക്ക് ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് പല കമ്പനിയുടെ പേസ്റ്റും സോപ്പും അങ്ങനെ എല്ലാം ഉപയോഗിച്ചിരുന്നു. പക്ഷെ എത്രയോ വർഷം വാങ്ങി ഉപയോഗിച്ചിട്ടും ആരും ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും വർഷം നീ ഇത് ഉപയോഗിച്ചതല്ലേ എങ്കിൽ ഒരു പേസ്റ്റ് നീ ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞ ആരും ഒന്നും തന്നിട്ടില്ല അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഇന്ന് ഒരുപാട് മേഖലകൾ പുതിയതായിട്ട് നമ്മളുടെ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 മേഖലകളാണ്. ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ കേൾക്കുന്നതാണ്. പിന്നെ വെൽനസ് എല്ലാവർക്കും അറിയാം. കാരണം ഏത് നാട്ടിൽ ചെന്നാലും 2-3 ജിമ്മ് അവിടെ ഉണ്ടാകും അല്ലെ. ജിമ്മില് കുട്ടികളടക്കം വീട്ടമ്മമാരും ഒക്കെ ഈ ജിമ്മിൽ പോകുന്നവരായിരിക്കും. നമ്മുടെ ആരോഗ്യം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോ അതുപോലെ എന്താണ് വാട്ടർ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, ഇതൊക്കെ വെൽനസിന്റെ ഭാഗമായിട്ട് യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ വെൽനസിന്റെ ഭാഗമാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് നമുക്കറിയാം. ഫ്ലിപ്കാർട്ടും ആമസോണും മീഷോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയണം അല്ലെ. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഒന്നിനും പുറത്ത് പോകണ്ട. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തും നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ സാധിക്കും അല്ലെ. അപ്പൊ ഈ 3 മേഖലകളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ വൻ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ കമ്പനി, വെസ്റ്റീജ് കമ്പനി, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരാനും നമ്മളെ ഈ സെക്യൂർ ആക്കി വെക്കാനും നമ്മുടെ തലമുറകളെ പോലും സെക്യൂർ ആക്കി വെക്കുന്നത് ഈ 3 മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സർ ക്ലിയർ ചെയ്യാം. മൈക്ക് ബാക്ക് ടു MC. താങ്ക് യു നീതു മാഡം. വളരെ പവർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. കാരണം എനർജറ്റിക്, വളരെ എനർജറ്റിക്. കാരണം എന്താ പറയാ, ഒരേ ഫ്ലോയില് എല്ലാ കാര്യങ്ങളും വിത്തിൻ 30 മിനിറ്റിൽ, 30 മിനിറ്റ് ആയിട്ടില്ല, 25 മിനിറ്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു 1.5 മണിക്കൂറിന്റെ പ്ലാനാണ്. 25 മിനിറ്റ് വളരെ നന്നായിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു ക്ലോസിംഗ് സെഷൻ ഉണ്ട്. പുതിയ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ചോദിക്കാനും ഒക്കെ ചെയ്യാനുമുള്ള നമ്മുടെ ടീം പിന്നെ ലീഡർ ആയിട്ടില്ലേ ഷംന ടീച്ചറാണ് അതിന് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഷംന ടീച്ചർ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അല്ലെ. ഷംന ടീച്ചർ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും തിളങ്ങി നിൽക്കുന്ന ഒരു പിന്നെ ലീഡർ കൂടിയാണ്. അപ്പൊ ഷംന ടീച്ചറിനെ ഞാൻ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. മാഡം വെൽക്കം. വൺ മിനിറ്റ്, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ. ഓക്കെ, താങ്ക് യു സുരേഷ് സർ. താങ്ക് യു നീതു മാം. വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു പ്രസന്റേഷൻ നീതു മാം അവതരിപ്പിച്ചു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ ആളുകൾ ആരും ഇല്ല. എന്നെ എല്ലാവർക്കും അറിയാലോ അല്ലെ. എന്റെ പേര് ഷംന, ഫ്രം മലപ്പുറം മേഖലയാണ് എന്റെ സ്ഥലം. ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതില് ആരെങ്കിലും പുതിയതായിട്ടുണ്ടോ സാറേ? അല്ല, എന്റെ ടീമിലുള്ളതാ ചേച്ചി. അപ്പൊ പുതിയ ആരുമില്ല. അപ്പൊ വളരെ മനോഹരമായിട്ടാണ് നീതു മാം ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അല്ലെ. നമ്മൾ ഡെയിലി എത്രത്തോളം പ്ലാന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നോ, എത്രത്തോളം ട്രെയിനിങ് സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നോ, എത്രത്തോളം പ്രോഡക്റ്റ് സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നോ, അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
ഇപ്പൊ ഞാനും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് ഓരോ സ്റ്റെപ്പും നിങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പൊ ഈ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസം കിട്ടുന്നത് ഓരോ അറിവുകളാണ്. അതെല്ലാം നമ്മൾ സംഭരിച്ച് വെച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ വലിയൊരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരിക അല്ലെ. അപ്പൊ ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ താഴെ വരുന്നവരെ നമുക്ക് ഒരു ലീഡർ ആക്കാനും അവരെയും ഇത് സെയിം ഡ്യൂപ്ലിക്കേഷൻ അവരിലേക്ക് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് വലിയൊരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടാകും. അപ്പൊ നമ്മുടെ വെസ്റ്റീജ് കമ്പനി നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലെ. ചേഞ്ച് യുവർ ഷോപ്പ്. നമ്മളൊക്കെ ഇത്ര കാലം നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്നോളം നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നിത്യജീവിത ചെലവുകളിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആർക്കും ഇക്കാലം വരെ സാധിക്കാത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്ട് ആയപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത്ര കാലവും നമുക്കൊരു വരുമാന മാർഗം ഇവിടെ നിന്ന് എന്താണ് കിട്ടാത്തത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്ട് ആയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമുക്കൊരു വരുമാന മാർഗം ഇതുവരെ നേടിയെടുക്കാൻ സാധിക്കാത്തത്. നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു രീതി ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയാണ്. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ ക്യാഷ് കൊടുത്തുകൊണ്ട് അവരെ റിച്ച് ആൻഡ് ഫേമസ് ലൈഫിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പോവുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു വരുമാന മാർഗം എവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാകും. അപ്പൊ പലരും പറയുന്നുണ്ടാകും പ്രോഡക്റ്റ് മേടിക്കാൻ ക്യാഷ് ഇല്ല എന്ന കംപ്ലൈന്റുകൾ പലരും പറയുന്നുണ്ടാവും അല്ലെ. നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഡെയിലി കുളിക്കുന്നവരാണ്, പല്ല് തേക്കുന്നവരാണ്, പാചകം ചെയ്യുന്നവരാണ്, ചായ കുടിക്കാറുണ്ട്, വീട് വൃത്തിയാക്കാൻ, ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് പണമില്ലാത്തതിന്റെ പേരില് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തു പോവേണ്ട ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നില്ല. നമ്മളത് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ക്യാഷ് ഇല്ല എന്ന് പറയുന്നത് ഒരു കാരണമാണോ? ഒരിക്കലും കാരണമല്ല. നമുക്ക് ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. പിന്നെ പലരും പറയുന്നത് കേൾക്കാം സമയമില്ല എന്ന്. സമയമില്ല എന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും അവരുടെ ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ടും ചെയ്യാമെന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സുരേഷ് സാർ ഒരു എഞ്ചിനീയർ ആണ്, ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ടീച്ചറാണ്. ഇതിൽ വീട്ടമ്മമാരുണ്ടാവും, ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സമയമില്ല എന്നൊരു കാരണവും നമ്മൾ ആരും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം എന്ന രീതിയിലാണ് ഈ ഒരു പ്രൊജക്ടിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് എല്ലാവർക്കും ഏതൊരു വ്യക്തിക്കും നമ്മൾ എത്രത്തോളം പ്രയോറിറ്റി ആണോ ഇതിന് കൊടുക്കുന്നത് അത്രത്തോളം നമുക്കിത് ചെയ്യാനും നമുക്കിത് വിജയിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഒന്നും ഒരു കാരണമാക്കിയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് അവാർഡ്സും റെക്കഗ്നേഷനും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലോ ഫിനാൻഷ്യൽ റിസ്ക് ആണ്. അതുപോലെ നമുക്ക് വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇൻകം സ്റ്റെബിലിറ്റി ആണ്. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലേക്ക് വന്നിട്ട് 2 വർഷം, അടുത്ത മാസം മാർച്ച് 28 വരുമ്പോൾ 2 വർഷം തികയുകയാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് കണക്ട് ആയിട്ട്. അപ്പം എനിക്ക് ഈ ഒരു പ്രൊജക്ട് തന്ന വ്യക്തി ഈ ഒരു ബിസിനസ്സിൽ ഇല്ല. കാരണം എന്റെ അത്ര പോലും അവർ ഈ ഒരു ബിസിനസ്സിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. അവരെന്നെ ഇതിൽ കണക്ട് ചെയ്തു. ആ സമയത്ത് തന്നെ അവർ ഇതിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പൊ ആരാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്, ആരാണോ ഇതിനെ മനസ്സിലാക്കുന്നത്, അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുന്നുണ്ടാകും. ആരാണോ ഇവിടെ പണിയെടുക്കുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള വരുമാനവും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടാകും. ഓക്കെ. അപ്പൊ നമ്മളൊക്കെ ഇന്ന് നമ്മുടെ വീടുകളിലെ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാകും. അതിനെയൊക്കെ ഒന്ന് മാറ്റാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മുടെ വീടിന്റെ 4 മൂലയിലും നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള പുതിയ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലേ, അതൊക്കെ മാറ്റിയിട്ട് നമ്മളൊക്കെ ഒരു വെസ്റ്റീജൻസ് ആണ് അല്ലെ. നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാം നമ്മളൊക്കെ ഒരു വെസ്റ്റീജൻസ് ആണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ അത്തരം പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതിലൊരു പുതിയ ആളുണ്ട് എന്ന് തോന്നുന്നു. വിവോ, ഒന്ന് സംസാരിക്കുവോ?
നിങ്ങൾക്ക് ഈ പ്ലാൻ കേട്ടതിൽ വെച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒന്നുകൂടി ക്ലാരിറ്റി തരുന്നുണ്ടാവും. ഓക്കെ, ഇതിലുള്ള പുതിയ വ്യക്തി ഒന്ന് സംസാരിക്കൂ. ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? എന്താണ് പേര്? ഒന്ന് പറയൂ. വിവോ V2 12141 ആരാണത്? ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തതാണോ? ഇൻഫിനിക്സ് ന്യൂ ആണോ സാറേ? ആ ഒരു പ്ലാൻ കേട്ടതാ, 2 പ്രാവശ്യം കേട്ടാണ്, 3 പ്രാവശ്യം. ഓക്കെ. വിവോ V2 141 ആരാണെന്നൊന്ന് സംസാരിക്കുവോ? സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മാം, ഒരു കേറാന്ന് പറഞ്ഞിട്ടുണ്ട്. കേറിയ ആള് സംസാരിക്കില്ല. ഓരെന്നെ ആണോന്ന് എനിക്കറിയില്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ട് നോക്കാം അവർക്ക് വാട്സപ്പിൽ. ഓക്കെ മാം, ഞാനൊരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഷാജിന എന്ന് പറഞ്ഞിട്ട്. മീറ്റിംഗിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ആളാണോന്ന് എനിക്കറിയില്ല. എന്താ പേര്? ഷാജിനയാണോ? ഷാജിന നമ്മളെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതിലുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല കേട്ടോ. ആണോ? ഓക്കെ ഓക്കെ. കയറിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് നെറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് ചിലപ്പോ പോയതായിരിക്കാം. അവരെ ഫോളോ അപ്പ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ. വിവോ നെറ്റ് ഇഷ്യൂ ആയ സംസാരിച്ചോളൂ. വിവോ എന്താ സാറേ? വിവോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് സംസാരിക്കുവോ? ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? ഹലോ ഹലോ, ഒന്ന് സംസാരിച്ചോളൂ. ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാലും മതി. നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് എന്ന് അറിയാനാ. അപ്പോഴേ നമുക്ക് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കേട്ടതിൽ വെച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്ന് പേര് പറയൂ. ഇൻവൈറ്റ് ചെയ്ത ആളുടെ പേര് പറയൂ. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടോളൂ. നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുടെ പേരും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടൂ കേട്ടോ. സംസാരിക്കുന്നില്ലല്ലോ സാറേ. ആർക്കെങ്കിലും അറിയോ ആരാ ഇൻവൈറ്റ് ചെയ്തേന്ന്? കുഴപ്പമില്ല മാം, കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാട്ടോ. ഹലോ ഹലോ ഇവിടെ നീ വിളിക്കും, നമ്മൾ കിടന്ന് വാങ്ങണേ. അപ്പൊ ഓക്കെ, ആരും ഇൻവൈറ്റ് ചെയ്തത് ആരായാലും നിങ്ങൾ നിങ്ങളെ ഫോളോ അപ്പ് ലിസ്റ്റിൽ ഇടുക, ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, 24 to 48 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട് കേട്ടോ. ഇന്നും നാളെയൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. നാളെ നമുക്ക് പ്ലാൻ ഇല്ല, ഇനി മൺഡേ ആണുള്ളത്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തോളൂ. അപ്പം ഈ വന്നിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നമ്മളെ ഈ ഒരു ബിസിനസിനെ കുറിച്ച്? ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എല്ലാവരും വലിയ വലിയ ലീഡർമാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആർക്കും സംശയം ഇല്ല എന്ന് തോന്നുന്നു. കലച്ചേച്ചി നമ്മുടെ ടീം സ്റ്റാഫാണ്. ഹലോ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ. ഈ മാഡം മാഡം പറഞ്ഞത് ഞാൻ 2 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കാന്ന്. അതാ 2 വർഷം സക്സസ്ഫുൾ ആയിട്ട് പൊക്കോണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? അതന്നെ പറഞ്ഞു, 2 വർഷം സക്സസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു. പക്ഷെ ജോയിൻ ചെയ്ത ആള് പുറകോട്ട് പോയെന്ന് പറഞ്ഞില്ലായിരുന്നു. ഓൾവേസ് നിങ്ങൾ ഈ പറയുന്ന മാഡം തന്നെ സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന മാഡത്തിനെ ജോയിൻ ചെയ്ത ആൾക്ക് ഇതിനകത്ത് ഇൻകം ജനറേറ്റ് ആകുന്നതാണ്. എന്തിനാ പുള്ളി പുറത്തോട്ട് പോയത്? എന്താണെന്ന് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ സാറേ. ഓക്കെ മാഡം 2 വർഷമായിട്ട് ഇതിനകത്ത് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ.
സോ മാഡത്തിനെ ഇതിനകത്ത് ജോയിൻ ചെയ്ത ആള് ബാക്ക് അടിച്ച് പുറകോട്ട് പോയെന്നാ പറഞ്ഞത്. മാഡം സക്സസ്ഫുൾ ആണെങ്കിൽ ഓൾവേസ് ഈക്വലി സക്സസ്ഫുൾ ആയതുപോലെ തന്നെ അല്ലേ? പിന്നെന്തുകൊണ്ടാണ് അവര് ബാക്ക്? പ്രോജക്റ്റിലേക്ക് നമ്മൾ വരുമ്പോ ഏതൊരു വ്യക്തി ഇതിലേക്ക് കടന്നു വന്നാലും നമ്മൾ ഏതൊരു മേഖലയെ കുറിച്ചും നമ്മൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം. നമുക്ക് അറിവുണ്ടായിട്ട് കാര്യമില്ല. നമുക്കൊരു തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിക്ക് ആ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അവർ ഇതിന് ലെഫ്റ്റ് അടിച്ചു പോയതും അവരുടെ ലൈഫിലെ ആ ഒരു സിറ്റുവേഷനും ആയിരിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വന്നപ്പോ എന്താണ് വെസ്റ്റീജ് എന്നും വെസ്റ്റീജിന്റെ സാമ്പത്തിക സാധ്യത എത്രത്തോളം ഉണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിൽ പിടിച്ചു നിന്നത്. അപ്പൊ ഇന്ന് ഇതിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തി ഇതിനെ മനസ്സിലാക്കണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. നിങ്ങൾ എത്ര വ്യക്തികളെ കൊണ്ടുവന്നാൽ പോലും ഈ കൊണ്ടുവരുന്ന വ്യക്തികളെല്ലാം നിങ്ങൾ പറയുന്നത് ഈ ഒരു വെസ്റ്റീജിന്റെ പ്ലാൻ നിങ്ങൾ പറഞ്ഞു കൊടുത്താലും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർ ഇതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണമെന്നില്ല. നിങ്ങൾ എത്രത്തോളമാണ് ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നത് അത്രത്തോളം സക്സസിൽ എത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പൊ ഞാൻ ഇതിന് പ്രയോറിറ്റി കൊടുത്തത് കൊണ്ടും ഈ ഒരു പ്രൊജക്ടിന്റെ സാമ്പത്തിക സാധ്യതയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി ഞാൻ ഇതിൽ കഠിനാധ്വാനം ചെയ്തത് കൊണ്ടുമാണ് എനിക്ക് സക്സസ് ആവാൻ സാധിച്ചതും ഇന്ന് എന്റെ സ്കൂൾ ജോബ് റിസൈൻ ചെയ്ത് പാർട്ട് ടൈം എന്നുള്ളത് ഫുൾ ടൈമിലേക്ക് വരാൻ എനിക്ക് സാധിച്ചിട്ടുള്ളതും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക എന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ഇതിന് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിനെ വിടാൻ നമുക്ക് കഴിയില്ല. നമ്മൾ എന്ത് റിസ്ക് എടുത്തും നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? ഹലോ ഓക്കെ മാഡം, ഞാൻ ചോദിച്ചതല്ല, ഞാൻ ഇതേ ചോദിച്ചുള്ളൂ. മാഡത്തിന് എത്ര ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു വിഹിതം പുള്ളി ഇട്ടിട്ട് പോകുന്ന എന്തിനാ ഫ്രീ ആയിട്ട് ഒരു സംശയം ചോദിച്ചാൽ? സാറേ നമ്മൾ ഏതൊരു നമുക്കിപ്പോ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ആ ഒരു ജോലി കിട്ടുമ്പോൾ ചിലപ്പോൾ ആ ഒരു ജോബ് നല്ല റിസ്ക് ഉള്ള ജോലി ആയിരിക്കും. ആ ഒരു റിസ്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പോലെ മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ തോന്നണമെന്നില്ല. അവർക്കത് വെരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കും. അവരത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള വ്യക്തിക്ക് ഒരുപാട് റിസ്ക്കും ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും. അവരത് കളഞ്ഞിട്ട് പോകുന്നുണ്ടാകും. നമ്മൾ എത്രത്തോളം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നോ അത്രത്തോളം നമുക്കിത് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകും. ഇപ്പൊ രണ്ടുപേർക്ക് ഒരേ ജോലി തന്നെയാണ് രണ്ട് വ്യക്തികൾക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുക. ഇപ്പൊ സാറും ഞാനും ഒരേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഞാൻ ഈ ഒരു ജോബിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, സാർ ഇഷ്ടമില്ലാതെ ചെയ്യുന്നു. അപ്പൊ സാറിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് സാർ എന്ത് ചെയ്യും? സാർ അത് കളഞ്ഞിട്ട് പോകുന്നുണ്ടാവും. റിസ്ക് എടുക്കാൻ വയ്യ. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? സാറ് ജോയിൻ ചെയ്തതാണോ? ഐഡിയ എടുത്തതാണോ? അല്ല, ഞാൻ ഐഡിയ എടുത്തിട്ടില്ല. ഞാൻ ജോയിൻ ചെയ്തിട്ട് 3 ദിവസം ആയതേ ഉള്ളൂ. ഓക്കെ, ആരാണ് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്? നിങ്ങൾ പെട്ടെന്ന് ഐഡിയ എടുക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. കാരണം എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഈ ഒരു പ്ലാൻ അറ്റൻഡ് ചെയ്ത് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ട്രെയിനിങ്ങും മെന്റർഷിപ്പും സപ്പോർട്ടും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പം നമ്മളെ ടീം ഉണ്ടാവും. വിന്നിംഗ് ടീം സിസ്റ്റം നമ്മളോടൊപ്പം ഉണ്ടാവും. ആ ഒരു സിസ്റ്റവുമായിട്ട് നമ്മൾ വെൽ കണക്റ്റഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ സക്സസ് ആവാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ പൂർണ്ണമായിട്ടും ഇതിനെ മനസ്സിലാക്കുക. സാർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഐഡിയ എടുത്ത് ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ 2-3 ദിവസമായി സാർ ഈ ഒരു പ്ലാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. ഇന്ന് പ്ലാൻ കേട്ടു, ഇന്നലെ പ്ലാൻ കേട്ടു, മിനിഞ്ഞാന്ന് പ്ലാൻ കേട്ടു. പക്ഷേ ഇതെല്ലാം ഇത്രയെങ്കിലും മനസ്സിലാക്കിയ സാറ് തൊട്ടയൽപക്കത്ത് പോയിട്ട് ഈ ഒരു വെസ്റ്റീജിനെ കുറിച്ച് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഇത്, എന്താണ് ഈ ഒരു ബിസിനസ് എന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ പൂർണ്ണമായിട്ടും മനസ്സിലായതിനു ശേഷം നിങ്ങൾ ഐഡിയ എടുത്ത് ജോയിൻ ചെയ്ത് ഈ ഒരു ഇതിന്റെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ മതി കേട്ടോ. നമുക്കിതൊരു ലൈഫ് ലോങ് ബിസിനസ് ആണ്. പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇവിടെ ഇല്ല.
ഓക്കെ, ഇതൊരു ലെഗസി ക്രിയേഷൻ ആണ്. നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ വരെ നമുക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. 22 വർഷമായി കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ട് 5000-ത്തിലേറെ ആളുകൾ ഇതിൽ എന്നെ പോലെ നിങ്ങളെ പോലെയൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു പ്ലേസ് ആണ് നമ്മളെ കേരളം. ഒരുപാട് ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് ലൈഫിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യുകയും വീടും വാഹനവും ഒക്കെ സ്വന്താക്കി ഒരുപാട് പേരുണ്ട്. എന്റെ ഫ്രണ്ട് തന്നെ ഇതിലേക്ക് വന്നിട്ട് വലിയൊരു സക്സസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്യാൻ കാരണം കേട്ടോ. എന്റെ നാട്ടുകാരി തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ സക്സസ് ആയ ആളുകളെ നേരിൽ കണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകും. നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം നിങ്ങൾ ആരും എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് ഇതിൽ നിന്ന് എന്താണോ മനസ്സിലായത്, തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വിജയിക്കാൻ സാധിക്കുമോ, ഇതിന്റെ സാമ്പത്തിക സാധ്യത എന്താണ്, ഇതെങ്ങനെയാണ് ഈ ഒരു ബിസിനസിന്റെ സിസ്റ്റം എന്നതിനെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. സാറിന് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുടെ പേര് കൂടെ ഒന്ന് പറയുമോ? മിനി, നമ്മുടെ MC ചെയ്ത മിനി മാഡം ആണോ സാറേ? അതെ അതെ മാം, അതെ അതെ. ഓക്കെ, മിനി മാം പഞ്ചാബിൽ ഇരുന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് കേട്ടോ. വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. അവരും പാർട്ട് ടൈം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നിപ്പോ ഇതിൽ കാണുന്ന ഇത്രയും ആളുകളല്ല ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ഈ ഒരു പ്രോജക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല ടൈമിലും നമ്മൾ പ്ലാൻ കൊടുക്കുന്നതാണ്. ഇത് ഒരുപാട് ആളുകളുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പം വലിയ വലിയ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണിത്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ദിവസം കൂടി പ്ലാൻ കേട്ട് കൂടെ നിൽക്കുക. കൂടെ നിന്നതിന്റെ സാധ്യതകളൊക്കെ മനസ്സിലായതിനു ശേഷം മിനിമാമിനെ അറിയിക്കുക, ജോയിൻ ചെയ്യാട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. വിന്നിംഗ് ടീം സിസ്റ്റം നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ ടീം, നമ്മുടെ ഓർഗനൈസേഷൻ ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാവും. ഓക്കെ, ഷംന മാഡം, ഒരു ചെറിയൊരു കാര്യം കൂടെ. അതായത് ഇപ്പം ആ സാറ് ചോദിച്ചതില് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സംശയം എന്ന് പറഞ്ഞാല് ഈ ലീഡേഴ്സിന് പൈസ പോകുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് അദ്ദേഹം ചോദിച്ചതെന്ന് തോന്നുന്നു. കാരണം മാഡം ഇതിൽ സക്സസ് ആയിട്ടും അപ്പോ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയും ഇതിൽ സക്സസ് ആയി ഒരു സാധ്യത ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവര് മാറി നിൽക്കുന്നതാണെന്ന് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് മിക്കവാറും ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് കേട്ട് വരുന്ന ഒരു കാര്യം അങ്ങനെയാണ്, ലീഡർമാര് സമ്പാദിക്കുക, കൂടെ വരുന്ന ആൾക്കാർക്ക് വരുമാനം കിട്ടാണ്ടാവുക. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളിപ്പോ നമ്മൾ ഇത്രയും പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരേ സ്ഥാപനത്തിലാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല ചെയ്യുന്നത്. ചില ആളുകൾക്ക് ഒരു മനസ്സുമടുപ്പുണ്ടാവും, ചില ആളുകൾ സാഹചര്യം കൊണ്ട് വേറെ ജോലിയിലേക്ക് പോകുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന് പ്രയോറിറ്റി ഏതൊരു മേഖലയിലാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു സ്ഥാപനത്തിന് നമ്മൾ ചെയ്യുന്ന ജോലി എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ, എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നുവോ, അതായിരിക്കും നമ്മുടെ സക്സസ്. ഓക്കെ, എല്ലാവരും ക്ലാരിറ്റി ചോദിച്ചതായിരിക്കാം ചിലപ്പോ. മാഡം പണിയെടുത്ത അപ്ലൈന് പൈസ കിട്ടൂല, അതായിരിക്കും അവര് ഷോർട്ട് ക്വസ്റ്റ്യൻ. നീതു മാഡം പറഞ്ഞത് തന്നെ. അല്ല സാറേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് ഈ 3 ദിവസം ഈ കാര്യം കേട്ടതിൽ ഓക്കെ, ഞാൻ ക്ലിയർ ആണ്, എനിക്ക് ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാകുന്നത് എല്ലാം ശരിയാണ്. ഞാൻ ചോദിച്ചതാണ്, അതായത് ഇപ്പൊ ഞാനൊരു 10 പേരെ ആഡ് ചെയ്തു, അത് ഓക്കെ, അത് സക്സസ്ഫുൾ ആയിട്ട് ഞാനത് ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിലും എന്റെ പുറകെ വരുന്ന ആൾക്കാർ അത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് എന്റെ കയ്യിൽ കിട്ടുന്ന ഒരു ജനറേറ്റ് ഇൻകം അല്ലേ, അത് ഞാൻ എന്തിനാണ് ഒഴിവാക്കി കട്ടായി പോകുന്നതെന്ന് ഒരു സംശയം എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചത്. അതന്നെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. പിന്നെ ഷംന മേഡം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷംന മേഡത്തിന് മുകളിൽ വന്നവർക്ക് പൈസ കിട്ടൂല എന്നാണ് അപ്ലൈന്. ഷോർട്ട് കട്ട് അതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുമല്ല, അവര് പണി എടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾ ഈ മാഡത്തിന്റെ പുറകിലുള്ളവരോ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം ജനറേറ്റ് ആകുന്ന കാര്യമാണ്. പുള്ളി റിസ്ക് എടുത്തില്ലെങ്കിലും പുള്ളിക്ക് ഈ പൈസ വരുന്നതാണ്. പിന്നെ ഈ വരുന്ന പൈസ കളഞ്ഞിട്ട് പോയെന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ സംശയം തോന്നി ചോദിച്ചാൽ. ഒരു മിനിറ്റ്, പറയൂ. ഹലോ, കേട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞത് മാം. അതായത് ഇപ്പം
നമ്മളിപ്പം ഞാൻ ഒരു 10 പേരെ കയറ്റുന്നു. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഭാഗത്തോട് നിൽക്കട്ടെ. ഓക്കെ, എനിക്കത് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ. പക്ഷെ ഞാൻ ചേർത്ത 10 പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതിന്റെ പുറകോട്ട് വരുന്ന ആൾക്കാർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വർക്കും ചെയ്യാതിരുന്നാൽ പോലും ഈ ഇൻകം എന്ന് പറയുന്നത് എനിക്ക് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പണിയും ചെയ്തില്ലല്ലോ, ഇതൊരു പാർട്ട് ടൈം ജോബായിട്ട് പോലും കൂട്ടേണ്ട കാര്യമില്ല. ചുമ്മാ ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ആ പുള്ളി ഇട്ടിട്ട് പോയെന്ന് പറയുമ്പോൾ അല്ലെ, എന്നിട്ടും ആ പുള്ളി ഇട്ടിട്ട് പോയി, നിങ്ങളെ ആഡ് ചെയ്ത ആൾ ഇട്ടിട്ട് പോയെന്ന് പറയുമ്പോൾ ഒരു സംശയം കൊണ്ട് ചോദിച്ചത്. ഓക്കെ എനിക്ക് മനസ്സിലായി. അതിനാണ് പറയുന്നത് ഈ ഒരു ബിസിനസ്സിൽ ഒരു സിസ്റ്റം ഉണ്ട് എന്ന്. നമ്മളൊരു 2, 3, 4 വർഷം ഇതൊരു സിസ്റ്റം, ഇതിൽ പറഞ്ഞ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിജയിക്കും. നമ്മളിപ്പോ ഒരു 1ാം ക്ലാസ്സിൽ ഇരിക്കുന്ന സ്റ്റുഡന്റ് ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ നേരിട്ട് എക്സാം എഴുതുന്നില്ല, പഠിക്കുന്നില്ല, നമുക്ക് നേരിട്ട് 10ാം ക്ലാസ്സിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഒന്നിൽ നിന്ന് നമ്മൾ നേരിട്ട് 10ലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമാണോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാകും. ഇപ്പൊ സാർ ഇതിൽ ജോയിൻ ചെയ്തു, ഒരുപാട് ആളുകളെ സാർ ഇതിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. സാർ ഈ ഒരു സിസ്റ്റത്തിലല്ല വർക്ക് ചെയ്തത് എങ്കിൽ സാറിന് അവിടെ വരുമാനം ഉണ്ടാവില്ല, താഴെ വരുന്നവർ കയറി പോകുന്നും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? സാർ ഒരുപാട് പേരെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. സാർ ഇതിൽ വന്ന് ജോയിൻ ചെയ്തു. സാർ വന്ന് ജോയിൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം മുതൽ ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 1-2 മാസം കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ആളുകളെ ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇനി അവര് വർക്ക് ചെയ്തോളും, എനിക്ക് വെറുതെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചാൽ ഇതിൽ നിന്ന് ക്യാഷ് കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നീതു മാം പ്ലാനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസിൽ എത്താൻ സാധിക്കും എന്ന്. നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് ആ ഒരു സിസ്റ്റം കണക്ട് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അത് ഞാനും അതന്നെ ചോദിക്കുന്നത്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ടാർഗറ്റ്? അല്ലെ, ഈ സിസ്റ്റം എന്ന് പറഞ്ഞത് എത്ര വ്യക്തികളാണ് ടാർഗറ്റ്? ഓക്കെ, നമ്മൾ ഈ ഒരു പ്രൊജക്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റവുമായിട്ട് നമ്മൾ കണക്ട് ആവുക. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു വരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളൊക്കെ 1ാം ക്ലാസ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ തുടർന്ന് പഠിക്കുന്നില്ല, എക്സാം എഴുതുന്നില്ല, നമുക്ക് നേരിട്ട് 10ാം ക്ലാസ്സിലേക്ക് ചാടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സും കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ സാറിന് അറിയാൻ? എന്തായാലും സീരിയസ് ആയിട്ട് കൂടെ നിൽക്കുക. പിന്നെ മിനിമാമിനോട് പറഞ്ഞ് ഐഡിയ എടുക്കുക കേട്ടോ. ഓക്കെ, മിനിമാമിനോട് പറഞ്ഞ് ഇന്ന് തന്നെ ഐഡിയ എടുക്കുക. നമുക്ക് ഈ മന്ത് എൻഡ് ആയി, നിങ്ങൾക്ക് ഐഡിയ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് തൊട്ട് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകും. എന്നും ഇതുപോലെ പ്ലാൻ ഉണ്ട്. ആ ഒരു പ്ലാനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 8:30 നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ഒന്നുകൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജിനു തോമസ് ന്യൂ ആണോ സാറേ? ജിനു തോമസ് അല്ലല്ല, അവര് ലീഡറാണ്, പഴയ ലീഡറാണ്, ജോയിൻ ആയത്. ഓക്കെ, അപ്പൊ വേറെ ആർക്കും സംശയം ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലീഡേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കലച്ചേച്ചി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കലച്ചേച്ചി, ഹലോ, കലാമാം, ടീം സ്റ്റാറിലെ കലാമാം അല്ലേ ഇത്? ആണോ? അതെ മാഡം. ആ, ഓക്കെ, അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പം വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ഒന്നും കൂടെ ചെയ്യൂട്ടോ. മാം ഇപ്പൊ താഴെ ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ? എത്ര പേരുണ്ട് താഴെ? ചേച്ചിയെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സമയം ഒട്ടും വൈകിപ്പിക്കണ്ട. നമുക്ക് ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് പോവാട്ടോ.
ഓക്കെ 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 മാം. മാഡം ഒരു ഇതും കൂടെ, ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കിട്ടാൻ വഴി തന്നെ ഉള്ളത്, എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ 8:30യുടെ പ്ലാന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് ചോദിച്ച് 8:30യുടെ ലിങ്ക് മേടിക്കുക. ഇപ്പൊ 8:30ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിലേക്ക് കണക്ട് ആവുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് ഓടിച്ചൊന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ID എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റീജിന്റെ ആപ്ലിക്കേഷൻ തന്നെ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ അതിൽ കാണിക്കും കേട്ടോ. നമ്മുടെ ഫോണിൽ ഇപ്പൊ നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഹലോ, പോയോ? പോയില്ല. അല്ല, ഞാൻ ഈ പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്പ് ഉണ്ട്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ID എടുത്തു കഴിഞ്ഞാല് നമുക്ക് ID എടുത്തതിന് ശേഷം കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ സ്വന്തം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്താൽ തന്നെ ഇതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും. നമുക്ക് ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. എവിടെയാണ് സ്ഥലം? കോട്ടയം ഏറ്റുമാനൂർ. ഓക്കെ, അപ്പൊ ID എടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, അതിൽ കാണുന്നുണ്ടാകും. ഇതിന്റെ ഡീറ്റെയിൽ പ്ലാൻ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഇന്ന് 8:30ക്ക് ഉണ്ട്, ഞായറാഴ്ച 9 മണിക്കുണ്ട്. ഇതൊരു എൻട്രി സെഷൻ മാത്രമാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ ഈ ഒരു ബിസിനസിന്റെ സ്ട്രക്ചർ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ID എടുത്തതിന് ശേഷം നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്കൊക്കെ വരുമ്പോൾ, പ്രോഡക്റ്റ് ഗ്രൂപ്പ് അതുപോലെ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്കൊക്കെ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ടാകും. ഓക്കെ, സാറേ എങ്കിൽ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ വൈൻഡപ്പ് ചെയ്തോട്ടെ ടീച്ചറെ. ഓക്കെ, അപ്പൊ ഇത്ര നേരം ഈ ഒരു പ്ലാൻ കേട്ടിരുന്ന എല്ലാവർക്കും നമ്മുടെ മിനി മാഡം ഉണ്ടോ ഇതില്? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ, ബാക്ക് ടു MC മിനി മാം. താങ്ക് യു മാം. ഒരു നിതു മാം, ഒരു മാമിന് എല്ലാവിധ എന്താ പറയാ, എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. അപ്പൊ ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും പഴയ ആൾക്കാർ തന്നെയാണല്ലോ, പുതിയതായിട്ട് കുറച്ച് ആരും ഇല്ലാന്ന് തോന്നുന്നു ഇതിനകത്ത്, അല്ലേ സാറേ? അപ്പൊ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. ഇനി 8:30യുടെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു സൂം മീറ്റ് ഉണ്ട്, അതിൽ കയറാൻ പറ്റുന്നവരെല്ലാം കയറാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.